നമസ്കാരം. രത്തൻ യു ഖേൽക്കർ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ CEO ആയിരുന്നു. CEO എന്നുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറല്ല, ചീഫ് ഇലക്ടറൽ ഓഫീസർ, തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധി. ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കടമ കൃത്യമായി നിർവഹിച്ചു, വളരെ സമർത്ഥമായി തന്നെ നിർവഹിച്ചു എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി പരത്തി അദ്ദേഹത്തെ കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചു. ഈ കഴിഞ്ഞ ദിവസമുണ്ടായൊരു നിയമനമാണത്. അതിലെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു നിയമനം പശ്ചിമ ബംഗാളിൽ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിച്ചിരുന്നു. കാരണം തിരഞ്ഞെടുപ്പിൽ ചെയ്ത സഹായങ്ങൾക്ക് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള ഒരു രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ സഹായിച്ചതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ പശ്ചിമ ബംഗാൾ സർക്കാർ അവിടെ പുതിയ നിയമനം നൽകി സ്ഥിരപ്പെടുത്തിയത്. പശ്ചിമ ബംഗാളിൽ സ്ഥിരപ്പെടുത്തിയെന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഉന്നയിച്ചിരുന്നു. അതേ ഒരു നടപടിയാണ്, അതിന് സമാനമായൊരു നടപടിയാണ് കേരളത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. VD സതീശനും അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടു. ആ നടപടിയിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം തിരഞ്ഞെടുപ്പ് കാലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലോ സമർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പുതിയതായി വരുന്ന ഒരു സർക്കാർ അവരുടെ എന്തെങ്കിലും കാര്യനിർവഹണത്തിനായി അല്ലെങ്കിൽ അതിൻ്റെ ചുമതല ഏൽപ്പിച്ച് നിയമിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്, വേണ്ട ഒരു കാര്യവുമാണ്. ഇതിനെ BJP പരിഹസിച്ചിട്ടുണ്ട്. കാരണം പശ്ചിമ ബംഗാളിൽ എതിർത്തു, ഇവിടെ അത് നടത്തി, അതേ കാര്യം തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ പരിഹസിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വളരെ രൂക്ഷമായി ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഈ എതിർപ്പുകളൊന്നും പ്രശ്നമല്ല. പക്ഷേ അസ്വാഭാവികമായൊരു സംഭവം ഈ കാര്യത്തിലുണ്ടായത് ഇന്നലെ ഞായറാഴ്ച ധൃതി പിടിച്ച് ആ ഉദ്യോഗസ്ഥനോട് ചുമതല ഏൽക്കുവാനായി VD സതീശൻ ഉത്തരവിട്ടു. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടിങ്ങനെ ഒരു അസ്വാഭാവികമായൊരു നടപടി ഉണ്ടായി? കാരണം BJPയുടെ ഒരു വിമർശനത്തെയോ അല്ലെങ്കിൽ BJPയുടെ പരിഹാസത്തെയോ CPIMൻ്റെ ഒരു വിമർശനത്തെയോ ഭയപ്പെട്ട് VD സതീശൻ അത് ചെയ്യില്ല. അന്വേഷിച്ചപ്പോൾ അറിയുവാൻ കഴിയുന്നത് VD സതീശനെതിരെ കേന്ദ്രത്തിൽ നിന്ന്, അതായത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ വളരെ ശക്തമായ എതിർപ്പുകളുണ്ട്. VD സതീശനെതിരെ ഏത് തരത്തിലുള്ള നീക്കങ്ങളും നടത്തുവാൻ ഒരു സംഘം ഒരുങ്ങിയിരിപ്പുണ്ട്. ആ സംഘത്തിൻ്റെ നേതൃത്വം ഒരുപക്ഷെ KC വേണുഗോപാലായിരിക്കാം വഹിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത വൃത്തങ്ങളായിരിക്കാം വഹിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം VD സതീശൻ ഇപ്പോൾ ഈ കൈക്കൊണ്ടൊരു നടപടി മാത്രമല്ല, VD സതീശൻ അധികാരത്തിലെത്തിയൊരു രീതി കൂടിയാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി, മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലേറെക്കുറെ സത്യങ്ങളുണ്ട് താനും. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ഒരാൾ മുഖ്യമന്ത്രിയാകുന്നതിൽ രാഹുൽ ഗാന്ധിക്കോ വ്യാജ ഗാന്ധി കുടുംബത്തിനോ എന്തെങ്കിലും വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ KC വേണുഗോപാലിനെ പോലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കുവാൻ സാധിക്കാത്തതിൻ്റെ ഒരു അനിഷ്ടം രാഹുൽ ഗാന്ധിയുടെ താവളത്തിലുണ്ട്. രാഹുൽ ഗാന്ധി പക്ഷത്തിന്, കോൺഗ്രസിൻ്റെ അകത്ത് ഹൈക്കമാൻഡിൽ പോലും ഇപ്പോൾ നിരവധി പക്ഷങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി പക്ഷം, പ്രിയങ്ക ഗാന്ധി പക്ഷം, സോണിയാഗാന്ധി പക്ഷം, ഇതന്നെ എല്ലാത്തിനും പുറമെ റോബർട്ട് വാദ്ര പക്ഷം. അതിലേത് പക്ഷമാണ് കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ ശക്തമാകുന്നത് എന്നതനുസരിച്ചിരിക്കും ഓരോ തീരുമാനങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. രാഹുൽ ഗാന്ധി എല്ലാവരെയും നടത്തിപ്പൊരിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആത്യന്തികമായി ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കൗൺസിൽ പോലുള്ള ഒരു സമിതിയാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. യാതൊരു ഔദ്യോഗിക പദവിയോ അല്ലെങ്കിൽ നിയമനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കബാൽ പോലുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അതിൻ്റെ അകത്ത്, ശക്തി നിയന്ത്രിക്കുന്ന ആ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക്, രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്ന ആളുകൾക്ക്, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് സതീശൻ്റെ നിയമനം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാഹചര്യം ഒരുങ്ങി കിട്ടിയാൽ അവരത് തീർച്ചയായും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ കേന്ദ്രത്തിലുണ്ട്. ഡൽഹിയിൽ നിന്ന് കേരളത്തെ പ്രതിയുണ്ട്. അത് VD സതീശന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ ഒരു സമ്മർദ്ദമുണ്ടായി ഈ നിയമനം റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ രത്തൻ യു ഖേൽക്കറോട് എത്രയും പെട്ടെന്ന് സ്ഥാനമേൽക്കുവാൻ നിർദ്ദേശിച്ചത്. രത്തൻ യു ഖേൽക്കർ അത് ചെയ്യുകയും ചെയ്തു. ഇനി രത്തൻ യു ഖേൽക്കറുടെ നിയമനം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, സതീശൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ അനുസരിച്ച് അങ്ങനെ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. കാരണം വളരെ ശക്തനായൊരു നേതാവാണ് താൻ. തൻ്റെ തീരുമാനങ്ങൾ ഒരിക്കൽ കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവയിൽ നിന്ന് താൻ പിന്മാറില്ല.
അത്തരത്തിലൊരു പ്രതിച്ഛായ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ. അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതിച്ഛായയെ അത് ബാധിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിന് ശേഷം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പുകളെല്ലാം കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി വളരെ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിച്ഛായ മിനുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത് ആശാവർക്കർമാരുടെ ഓണററിയും കൂട്ടിയ തീരുമാനമായാലും കേരയിൽ റദ്ദാക്കിയതായാലും മറ്റ് ഇടപെടലുകളേക്കാൾ കൂടുതൽ ഒരു ഗുരുവായൂർ പോലുള്ള വെണ്ണ കൊണ്ട് തുലാഭാരം പരസ്യമായി ചെയ്തു. അത് VIP നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി VIP പ്രത്യേക പരിഗണന നൽകണ്ട എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ദർശനമായിരുന്നെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു കേരള മുഖ്യമന്ത്രി ഹൈന്ദവ ബിംബങ്ങളെ ഏതെങ്കിലും ഒരു തരത്തിൽ അംഗീകരിക്കുന്ന എന്തെങ്കിലും ഒരു പൊതുപ്രദർശനം, അത് വളരെ ഒരു ഫ്രഷ് എയർ, ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറയില്ലേ, ഒരു ആശ്വാസ കാറ്റ് പോലെ വീശുന്നൊരു കാഴ്ചയാണ്. കാരണം അത്തരത്തിലുള്ള ഒന്നും അനുവദനീയമായിരുന്നില്ല. ഒന്ന്, ദൈവവിശ്വാസി അല്ലാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു 10 വർഷങ്ങൾ കേരളത്തെ ഭരിച്ചത്. ഗുരുവായൂരപ്പൻ അവിടെയാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ധാർഷ്ട്യമുള്ളൊരു മുഖ്യമന്ത്രി. അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു പ്രതിച്ഛായയാണ് സതീശൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോധപൂർവം തന്നെയാണ്. ഒന്ന്, ഭക്തി ഉണ്ടായിരിക്കാം, സ്വാഭാവികമായ ഭക്തി അദ്ദേഹത്തിനുണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനുമപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയാണ് താൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ തന്ത്രപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കരുക്കൾ നീക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തീർച്ചയായും ആ ആരോപണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രിയാകുവാൻ മുസ്ലിം ലീഗിൻ്റെ സഹായം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അദ്ദേഹം അത് ഉപയോഗിച്ചു. ഇനി അദ്ദേഹത്തിന് വേണ്ടത് ആ പ്രതിച്ഛായയിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? കേരള ജനതയുടെ മനസ്സിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ആരോപണം, ഈ ഇസ്ലാമിക ശക്തികൾ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഹൈന്ദവം ആണെങ്കിൽ പോലും ഹൈന്ദവ ആചാരങ്ങൾ പരസ്യമായി പിന്തുടരുവാനുള്ള അനുവാദം അവർ നൽകാറില്ല എന്നുള്ളൊരു ധാരണ, പൊതുധാരണ പരക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ് താനും. SDPI പോപ്പുലർ ഫ്രണ്ടോ മറ്റ് അത്തരത്തിലുള്ള തീവ്ര ഭീകരവാദത്തോട് അടുത്ത് നിൽക്കുന്ന മതശക്തികളാണെങ്കിൽ ഈ പിന്തുണ നൽകുന്നതെങ്കിൽ അക്കാര്യം ശരിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഒരല്പം വ്യത്യസ്തമാണ്. അവരിത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ അനുവദിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം സതീശൻ ഈ ഒരു പ്രതിച്ഛായ മാറ്റത്തിന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചുവടുകളെല്ലാം, കരുനീക്കങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടിയുള്ളതാണ്, വളരെ ശരിയായ ദിശയിലുമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ. പക്ഷേ പ്രശ്നം ഈ രത്തൻ യു ഖേൽക്കറിൽ നിന്ന് തുടങ്ങുന്നു. കാരണം പ്രത്യക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് നേർവിപരീതമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ രാഹുൽ ഗാന്ധി എന്തിനെ ശക്തമായി എതിർത്തോ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ബംഗാൾ മേ ഗുസ്തി കേരൾ മേ ദോസ്തി എന്ന് നരേന്ദ്രമോദി പരിഹസിക്കുന്ന പോലെയുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തടിച്ചതുപോലെ VD സതീശൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറ്റുവാൻ, ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകുവാനുള്ള നിർബന്ധം സതീശന് മേൽ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും തീർച്ചയാണ്. ഒപ്പം തന്നെ സതീശൻ ആ സമ്മർദ്ദത്തെ അതിജീവിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, ഹൈക്കമാൻഡിനോട് അടുത്ത എതിരാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു തീരുമാനം സതീശൻ കൈക്കൊണ്ടാൽ പിന്നോട്ട് പോകാതെ രത്തൻ യു ഖേൽക്കർ ആ സ്ഥാനത്ത് തുടരട്ടെ എന്ന് സതീശൻ ദൃഢനിശ്ചയം എടുത്താൽ അവർക്ക് പണി കൂടുതൽ എളുപ്പമാകും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ സതീഷിനോടൊരു സ്ഥായിയായ ശത്രുതാ മനോഭാവം ഉണ്ടാകും. കാരണം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എന്തൊക്കെ ഒരു ആഖ്യാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു അതെല്ലാം 2 ദിവസങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞു വീഴാറുണ്ട്. അദ്ദേഹം തന്നെ അത് പൊളിച്ച് കളയാറുമുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഈ കൊണ്ടുവന്ന ഒരു ആഖ്യാനം ഒരു തരത്തിൽ പെട്ടെന്നൊരു നിഷ്പക്ഷനായ ഒരാൾ നോക്കുമ്പോൾ ശരിയാണല്ലോ. തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പശ്ചിമ ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെ അവിടെ ഉന്നത സർക്കാർ സ്ഥാനം നൽകി സുവേന്ദു അധികാരി സർക്കാർ നിയമിച്ചിരിക്കുന്നു. അതിലെന്തോ കള്ളക്കളിയുണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഈ വാർത്ത വിനോദമായി കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടി VD സതീശൻ കൈക്കൊള്ളുമ്പോൾ ശരി മറിച്ചൊരു ചിന്തയുണ്ടാകും. കാരണം സ്വാഭാവികമായൊരു നടപടിയല്ലേ. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ക്രിയാത്മകമായി, സജീവമായി, സമർത്ഥമായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തൊരു ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ ചുമതലയിൽ നിന്ന് അദ്ദേഹം മാറി. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, ഫലം പുറത്തു വരുന്നത് വരെ മാത്രമേ അത്തരത്തിലൊരു സ്ഥാനം ഉണ്ടാകാറുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ എവിടെ നിയമിക്കും? വെറുതെ പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ.
പക്ഷേ ആ ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതായിരുന്നു. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്തു തീർത്തു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു നിയമനം, നല്ലൊരു നിയമനം അദ്ദേഹത്തിന് സ്വാഭാവികമായി സർക്കാർ നൽകും എന്നുള്ള കാര്യം ജനം ചിന്തിക്കും. ഇത്തരത്തിലൊരു ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത വിനോദമായി കാണുന്നവരുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പുതിയൊരു തിരിച്ചടിയാണ്. തിരിച്ചടി അദ്ദേഹത്തിന് പുതിയതൊന്നുമല്ലെങ്കിൽ പുതിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിരോധം രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സതീശൻ്റെ ഹൈക്കമാൻഡിലെ എതിരാളികൾ സന്തുഷ്ടരായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ വീണാലും ഈ കളി അവർക്ക് ജയമാണ്. കാരണം ഈ രത്തൻ യു ഖേൽക്കറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്താൽ സതീശൻ്റെ ദൃഢനിശ്ചയം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ലോകരുടെ മുൻപിൽ പ്രതിഫലിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. സതീശൻ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഹൈക്കമാൻഡിൻ്റെ ശത്രുത കൂടുതൽ സതീശൻ സ്വന്തം തലയിലേക്ക് വലിച്ചിടും, അല്ലെങ്കിൽ വലിച്ചു വയ്ക്കും. എങ്ങനെയായാലും അവർക്ക് ഈ കളി ലാഭമാണ്. സതീശനും അതറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം കണ്ടറിയാം. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ അതിലൊരു തീരുമാനമാകും. അതിനൊപ്പം തന്നെ ഈ BJPയുടെ പരിഹാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശനവും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കേട്ട് സതീശൻ പേടിച്ചു എന്നുള്ളൊരു പ്രതിച്ഛായം അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ലീഗ് ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത തരത്തിൽ കേരളത്തിൽ ശക്തി പ്രാപിക്കുവാൻ പോവുകയാണ്. കേരളത്തിൽ 5 മന്ത്രിമാരുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത്, സതീശൻ അവരുടെ നോമിനി ആയതുകൊണ്ടും അല്ല പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി AM ശംസുദ്ദീൻ എന്നുള്ള മുസ്ലിം ലീഗ് മന്ത്രി അധികാരത്തിലേറ്റു. ന്യൂനപക്ഷ വികസനം ആണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. ഈ തമിഴ്നാട് മന്ത്രി ഉണ്ടായതിന് മുസ്ലിം ലീഗിന് ഇവിടെ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ പാർട്ടിപരമായിട്ടുള്ള ഗുണങ്ങൾ, സ്വാഭാവികമായ ഗുണഗണങ്ങൾ ഉണ്ട് തന്നെ. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഈ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രധാന ഘടകം തമിഴ്നാടും കൂടിയാണ്. അത് പ്രേക്ഷകർക്ക് തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ മറ്റൊരവസരത്തിൽ ചെയ്യാം. ചുരുക്കി ഒന്ന് പറയാം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീകരവാദ പ്രവർത്തനത്തിൽ ആരെങ്കിലും NIA തിരഞ്ഞാൽ പലപ്പോഴും പ്രതികളെ ലഭിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തമിഴ്നാടെന്ന സംസ്ഥാനമാണ്. തമിഴ്നാട് ഇത്തരക്കാർക്ക് SDPI, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട്, ഇതുപോലുള്ള ഭീകര സംഘടനകളുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും വളരെ സുരക്ഷിതമായൊരു താവളമായിരുന്നു നേരത്തെ തന്നെ. SDPI അവിടെ ഈ ഒരു അടിത്തട്ടിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായൊരു സാന്നിധ്യം ഇതിനിടയിൽ വളരെ രഹസ്യമായി കഴിഞ്ഞ കുറേ കാലങ്ങൾക്കുള്ളിൽ, ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. വോട്ടൊക്കെ നേടാനുള്ളൊരു സ്വാധീനമല്ല ഞാൻ പറയുന്നത്. ഈ മുസ്ലിം വിഭാഗം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. വളരെയധികം ശക്തമായൊരു നിലയിൽ തന്നെ നാഗർകോവിൽ മുതൽ ഒരു ബെൽറ്റ് പോലെ അവർ നാഗർകോവിൽ മുതൽ കോയമ്പത്തൂർ വരെ എന്ന ഒരു നേരെ രേഖ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ബെൽറ്റായിട്ട് തന്നെ പ്രേക്ഷകരൊന്ന് മനസ്സിൽ കാണുക. അത്രയും ഭാഗങ്ങളിൽ അവരുടെ സാന്നിധ്യം വളരെ ശക്തമാണ് നേരത്തെ തന്നെ. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി കൂടി അവിടെ അധികാരത്തിലെത്തി, ചരിത്രത്തിലാദ്യമായി എന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനം കൂടുതൽ വർദ്ധിക്കും. ഇവരെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ്, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയുമ്പോൾ അതും ഞാൻ എടുത്തു പറയാം. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗ് ചരിത്രത്തിലൊന്നും എങ്ങുമില്ലാത്ത തരത്തിൽ, ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ശക്തി പ്രാപിക്കുവാൻ പോവുകയാണ്. തമിഴ്നാടും അതിനൊരു കാരണമാണ്. 5 മന്ത്രിമാരുണ്ട്, അവരുടെ സതീശൻ്റെ മേലുള്ള സ്വാധീനമുണ്ട്. ഇതെല്ലാം, ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ഒത്തുചേരുകയാണ്. എന്തായാലും അത്ര ആശാസ്യമായൊരു തലത്തിലേക്കല്ല കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത്. അതിനൊപ്പം തന്നെ VD സതീശന് നേരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അപ്പോൾ സാധാരണക്കാർക്ക്, ഒരു ദേശീയവാദിക്ക് തോന്നാം VD സതീശനെതിരെ അപ്പോൾ അങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത് നല്ലതല്ലേ, അദ്ദേഹം ഈ മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണെങ്കിൽ. ആണോ? തത്വത്തിൽ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയല്ലേ? വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവും യുവറാണിയും മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയല്ലേ? അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ ഹൈക്കമാൻഡിൽ സതീശൻ്റെ എതിരാളികളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഈ രത്തൻ യു ഖേൽക്കറുമായി ബന്ധപ്പെട്ട കളിയിൽ എങ്ങനെ നാണയം വീണാലും അവർക്കായിരിക്കും ജയമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ സതീശൻ വന്നാലും KC വേണുഗോപാൽ വന്നാലും രാഹുൽ ഗാന്ധിയും വ്യാജഗാന്ധി കുടുംബവും അവിടെ ഉള്ളിടത്തോളം കാലം ജയം മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ ഭരണമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു അവിയൽ പരുവത്തിലുള്ള ഭരണമാണ് കേരളം ഇനി മുന്നോട്ട് കാണുവാൻ പോകുന്നത്. പക്ഷേ വാർത്ത വിനോദമായി കാണുന്നവർക്ക് വളരെയധികം വിനോദങ്ങൾ ലഭ്യമാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് താനും.
എന്തായാലും വാർത്ത വിനോദമായി കാണാത്തവർക്ക് വേണ്ടി, ദേശീയവാദികൾക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ഉള്ളുകള്ളികൾ തത്വമൈ ന്യൂസ് നിരന്തരം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.